അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു എഗ് 65. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ വേണ്ട, മുട്ടയുടെ വെള്ള മാത്രം മതി. അപ്പോൾ മുട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മഞ്ഞയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. മഞ്ഞ മാറ്റിയ ശേഷം മുട്ടയുടെ വെള്ള നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ട ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാൻ ഇഞ്ചിയുടെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, പിന്നെ 2.5 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്ന സവാള ആയാലും ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും ഒക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പൊടി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കടലപ്പൊടി മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതൊന്ന് ബൈൻഡായി കിട്ടാൻ മാത്രം മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷേപ്പൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് കുറച്ചായിട്ട് ഓയിലിലേക്ക് കോരിയിട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ ഓയിൽ എടുക്കുമ്പോൾ ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ മാത്രം ഓയിൽ വേണം. എന്നിട്ട് ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ വടകളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ആയി വരും. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനെടുത്തിട്ടുള്ള ഓയിൽ തന്നെയാണ് ഇതിലേക്കും എടുത്തിട്ടുള്ളത്. ഇനി ഓയിലൊന്ന് ചൂടായി തുടങ്ങി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ അത്യാവശ്യം എരിവുണ്ട്, അപ്പോൾ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മതി. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഈ സോസൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സോസൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു കളറായിട്ട് വരും. ഇപ്പോൾ സോസൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എഗ് 65 റെഡി ആയിട്ടുണ്ട്. ഇനി സോസൊന്നും അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെ തന്നെ കഴിച്ചാൽ മതി. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ സോസും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് വഴറ്റി ചേർക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്.
കുട്ടികൾക്കൊക്കെ ആയാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.